ഹലോ, നമുക്കൊരു ഷേക്ക് അടിച്ചാലോ? നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി ഷേക്കാണേ. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കുറച്ച് ഞാൻ ഫ്രീസ് ചെയ്തിട്ടില്ല, കുറച്ച് തണുത്തതായിട്ടുള്ള സ്ട്രോബെറി വലിയ രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്ന സൈസ്. അതുപോലെ തന്നെ മധുരം ഉണ്ട് കേട്ടോ, ഭയങ്കര പുളിപ്പല്ല, വളരെ ചെറിയൊരു പുളിപ്പേ ഉള്ളൂ. നല്ല മധുരമുള്ള സ്ട്രോബെറി ആണ്. ലുലു മോളിലെ ഇപ്പോൾ ഊട്ടി പ്രീമിയം സ്ട്രോബെറി എന്നും പറഞ്ഞ് കിട്ടും. അത് നല്ല അത്യാവശ്യം ചിലതിൽ മാത്രമേ പുളിപ്പ് ഉള്ളതായിട്ടുള്ളൂ. അത്യാവശ്യമുള്ള എല്ലാത്തിലും ഞാൻ കഴിച്ചതിൽ എല്ലാത്തിലും നല്ല മധുരമായിരുന്നു കേട്ടോ, അതും വലുതുമായിരുന്നു. അപ്പൊ അതിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോ നമ്മൾ സ്ട്രോബെറി ഇട്ടു. സിമ്പിളാണ് ഷേക്ക് ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഞാനും ഉണ്ടാക്കാന്ന് കരുതി. ഞാൻ ഫസ്റ്റ് ടൈമാണ് വീട്ടിൽ സ്ട്രോബെറി ഷേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളിയായിരുന്നു. ഷുഗർ ആഡ് ചെയ്തു. ഞാനൊരു 3 സ്പൂൺ ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷുഗർ ഇപ്പം എല്ലാവരും ഒഴിവാക്കിയാണ്, പക്ഷെ എനിക്ക് ഉച്ച സമയമാകുമ്പോൾ അതിന് തിന്നില്ലെങ്കിൽ ശരിയാവില്ല. പിന്നെ കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ചല്ല, കൂടുതൽ പാലും വളരെ കുറച്ച് വെള്ളവുമാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. വെള്ളം അത്യാവശ്യം തണുത്ത വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. വെള്ളവും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പാലും ആഡ് ചെയ്തിട്ടുണ്ട്, പഞ്ചസാരയും സ്ട്രോബെറിയും. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ. അത്യാവശ്യം നല്ല ബ്ലെൻഡായിട്ട് അടിച്ചെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ പീസുകൾ വേണമെന്നുള്ളവർക്ക് ജസ്റ്റ് ഇങ്ങനെ പൾസിൽ കൊടുത്തിട്ട് ചെയ്തെടുത്താലും മതിയാവും. എന്നിട്ട് കുടിച്ചു നോക്കണം. അത് ഉച്ച സമയത്ത്. ഇപ്പൊ ഉച്ച സമയമൊക്കെ നല്ല ചൂടാണല്ലോ, നമ്മൾ പുറത്തിറങ്ങുന്നില്ലെങ്കിലും അകത്തിരുന്നാലും നല്ല ചൂടാണ്. വർക്കൊക്കെ ചെയ്യുന്നവരാണെങ്കിലും ഇടയ്ക്ക് ഇപ്പോൾ വർക്ക് ഫ്രം ഹോമിന്റെ കാലമാണല്ലോ, അപ്പോൾ ഇടയ്ക്ക് ഒരു റിഫ്രഷ്മെന്റിന് കുടിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. നല്ല സത്യത്തിൽ ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ബൈ.